യുവേഫയ്ക്കും സ്പാനിഷ് ലീഗിനും ഒളിയമ്പുമായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ലോകകപ്പിനെതിരെ യുവേഫ പ്രസിഡന്റും സ്പാനിഷ് ലീഗ് തലവനും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇൻഫാന്റിനോയുടെ ഒളിയമ്പ്. റഫറിയിങ് വിവാദങ്ങളും അച്ചടക്ക സമിതി തീരുമാനങ്ങളും യൂറോപ്പിലെ ലീഗുകളിൽ പതിവാണെന്നും ഇത്തവണത്തെ ലോകകപ്പ് ലോകത്തെ ഒന്നിപ്പിച്ച ടൂർണമെന്റെന്നും ഇൻഫാന്റിനോ കുറിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, അവിടെ നിന്നൊരു ആരോപണം ഇങ്ങോട്ട് ഉന്നയിക്കുന്നു, അപ്പോൾ ഒരു മറു ആരോപണം അങ്ങോട്ട് ഉന്നയിച്ച് അതിനെ പ്രതിരോധിക്കാനാണോ നിലവിൽ ഇൻഫാന്റിനോ ശ്രമിക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായും ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ തന്നെ യുഎഫയും അതേപോലെ തന്നെ സ്പാനിഷ് ലീഗയും ഫിഫ പ്രസിഡന്റിനെതിരെ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ ഒരു പോര് മുറുകുന്നതിന്റെ ഒരു വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ 15 സ്ലൈഡുകളുള്ള ഒരു വലിയ കുറിപ്പ് തന്നെയാണ് ഇൻഫാന്റിനോ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. അതിലാണ് യുഎഫയ്ക്കും അതേപോലെ തന്നെ ലാലിഗ തലവനെതിരായ ഒരു ഒളിയമ്പ് അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സ്പാനിഷ് തലവനായിട്ടുള്ള ഹാവിയർ ടെബാസ് ഈ ഫിഫ പ്രസിഡന്റ് ആയിട്ടുള്ള ഇൻഫാന്റിനോ രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന് പ്രധാനമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് ബലോഗന്റെ സസ്പെൻഷൻ, അമേരിക്കൻ താരമായിട്ടുള്ള ബലോഗന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്, അതേപോലെ തന്നെ റഫറിംഗ് വിവാദങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം നടത്തിയ ടിക്കറ്റ് വിൽപ്പനയുടെ ഉയർന്ന നിരക്ക്, ഒപ്പം തന്നെ ഈ ഒരു ടൂർണമെന്റിൽ നടത്തിയ 48 ടീമുകളുടെ വരവ് അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു ഫിഫ ടൂർണമെന്റ്. ഇല്ലെങ്കിൽ ഈ ഒരു ലോകകപ്പ് വലിയ രീതിയിലുള്ള പരാജയമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ഒരു രാജി ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ വലിയൊരു ഇല്ലെങ്കിൽ ടൂർണമെന്റിന് എതിരായി തന്നെയായിരുന്നു യുഎഫയുടെ നീക്കം. യുഎഫയുടെ ചൂണ്ടിക്കാട്ടൽ പ്രധാന പ്രശ്നങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും അലക്സാണ്ടർ ഷെഫ്രൈൻ അവസാന ലോകകപ്പ് ഫൈനലിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഫൈനലിലേക്ക് കാണാൻ പോലും ഷെഫ്രൈൻ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോര് മുറുകുന്നു എന്ന രീതിയിൽ തന്നെ പ്രതിനിധി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഇൻഫാന്റിനോ രംഗത്തെത്തിയത്. അത് ഇൻഫാന്റിനോ കൃത്യമായി തന്നെ ഒരു അളിയമ്പ് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, റഫറിംഗ് വിവാദങ്ങൾ യൂറോപ്യൻ ലീഗിലും പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ റെഡ് കാർഡ് പിൻവലിച്ചതടക്കം യൂറോപ്യൻ ലീഗിൽ കണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകകപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അപ്പുറം ആരാധകർ കൂട്ടായ്മയായി എത്തിയ ഒരു ലോകകപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിമർശകർ ഈ ഒരു ഐക്യവും സന്തോഷവും ഈ ഒരു ലോകകപ്പിൽ കാണേണ്ടതാണെന്നും ഇൻഫാന്റിനോ വ്യക്തമായി ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.